ക്രിസ്തുയേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. നമ്മൾ ചില നാളുകളായി തുടർച്ചയായിട്ട് സമാഗമന കൂടാരം എന്നുള്ള ഒരു വിഷയം ധ്യാനിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 40ഓളം എപ്പിസോഡിൽ തുടർച്ചയായി നമ്മൾ ഈ വിഷയം നമ്മൾ ചിന്തിച്ചു വന്നു. തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ് എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ താല്പര്യത്തോടെ ആയിരിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ധാരാളം ആളുകൾ അത്യധ്വാനം ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്രകാരം ദൈവത്തിനെ എത്തിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. വലിയവനായ ദൈവം തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ നിങ്ങൾക്കായി തിരിച്ചു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഴയ നിയമ ദേവാലയത്തിൻ്റെ തിരശ്ശീലയെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ടുള്ളവർക്കറിയാം, തിരശ്ശീലയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു. തിരശ്ശീല കാണണമെന്നുണ്ടെങ്കിൽ വിളക്ക് അത്യാവശ്യമാണ്. അഥവാ ദൈവ മന്ദിരത്തിലെ തിരുനിവാസത്തിനകത്തുള്ള വിളക്കാണ് തിരശ്ശീലയെ കാണുവാനായിട്ട് സഹായകരമായിരിക്കുന്നത് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. ദൈവവചനമാണ് വിളക്ക് എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ആ വിളക്കിൻ്റെ പ്രകാശത്താലാണ് തിരശ്ശീലയാകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തിരശ്ശീല അത് വളയങ്ങളിൽ തൂക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അത് സ്വർണ്ണ വളയങ്ങളിലാണ് അത് തൂക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു സ്വർഗീയനാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആ തിരശ്ശീലയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ അന്ന് ചിന്തിച്ചത്, തിരശ്ശീലയ്ക്ക് യാതൊരു ചുളുക്കവുമില്ലാതെ 10 മുഴം നീളവും 10 മുഴം വീതിയുമായിട്ട് സമചതുരമായിട്ടുള്ള ഒരു തിരശ്ശീലയായിട്ടാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുളുക്കങ്ങളൊന്നുമില്ലാത്ത ഒരു വളരെ കട്ടിയുള്ള ഒരു വസ്ത്രമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യാതൊരു പാവവുമില്ലായിരുന്നു, യാതൊരു ഊനവുമില്ലായിരുന്നു, യാതൊരു ചുളുക്കവുമില്ലാത്ത ജീവിതമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇനിയും തുടർന്ന് ആ തിരശ്ശീല കീറിയതിനെ സംബന്ധിച്ച ദൈവവചനത്തിൽ നമുക്ക് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തിരശ്ശീലക്കകത്തേക്ക് പ്രവേശിക്കുന്ന ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അങ്ങനെ കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരെ കയറി ചെല്ലുവാനായിട്ട് യാതൊരു അവകാശവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം താൻ കയറി പോകുമ്പോൾ സൈഡിലുള്ള കർട്ടൻ്റെ ആ ഭാഗം അല്പം നീക്കിയതിന് ശേഷം അകത്തേക്ക് താൻ കയറുകയാണ്. ധൂപകലശം ആദ്യം കൊണ്ടുവച്ച് ആ തിരുനിവാസത്തിൻ്റെ അല്ലെങ്കിൽ അതിപരിശുദ്ധമായ സ്ഥലം, ദൈവത്തിന് നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം മുഴുവൻ പുക കൊണ്ട് നിറയപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെ ധൂപകലശത്തിലുള്ള പുക മുഴുവൻ കൊണ്ട് അതിനെ നിറച്ചതിന് ശേഷം ആണ് മഹാപുരോഹിതൻ അതിനകത്തേക്ക് കയറി ചെല്ലുന്നത്. ആണ്ടിലൊരിക്കൽ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകും. അങ്ങനെ കയറിപ്പോകുന്ന ആ സമയം സൈഡിൽ കൂടെ മാത്രമേ കയറിപ്പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മഹാപുരോഹിതൻ അധിക സമയം അവിടെ ചെലവഴിക്കാതെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ചെയ്ത് 2-3 പ്രാവശ്യം അദ്ദേഹം അതിനകത്തേക്ക് കയറിപ്പോകുന്നു. എന്നാൽ അതിനുശേഷം വളരെ വേഗത്തിൽ അല്പം പോലെ സമയം നിഷ്ഫലമാക്കാതെ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ചെയ്ത ശേഷം എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ നമുക്ക് ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്നതായ ഒരു വസ്തുത,
വളരെ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തെ ആർക്കും ഒരിക്കലും കാണാൻ കഴിയാതെ വണ്ണം മറച്ചിട്ടിരിക്കുന്ന വലിയൊരു തിരശ്ശീല ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അഥവാ ദൈവത്തെ അഭിമുഖീകരിക്കുവാനായി, ദൈവത്തെ കാണുവാനായിട്ട് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ആ കട്ടിയുള്ള വസ്ത്രം, ആ വലിയ തിരശ്ശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ മറച്ചിരിക്കുന്ന, ദൈവത്തിന്റെ നിയമപെട്ടകത്തെ മറച്ചിരിക്കുന്ന, ദൈവത്തിന്റെ കെരൂബുകളെ മറച്ചിരിക്കുന്ന ഒരു വലിയ കട്ടിയുള്ള വസ്ത്രം കാണുവാനായിട്ട് കഴിയുന്നു. അപ്രകാരം അങ്ങനെയുള്ള ആ വസ്ത്രം ഇവിടെ ഇതാ യേശു ക്രിസ്തുവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. എന്താണ് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുവാൻ കാരണം, ദൈവം ഇത് കീറുന്നതിന് മുൻപേ തന്നെ നമുക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരുന്നതിലെ കാര്യങ്ങൾ ഇവിടോട്ട് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ടാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ആ ദൈവത്തിന്റെ ആ ഇഷ്ടം നിറവേറ്റുവാനായി ലോകത്തിലേക്ക് വരുന്ന യേശു ക്രിസ്തുവിന്റെ ആ ശരീരം, അത് ദൈവഹിതത്തിനായി, ദൈവ ഇഷ്ടത്തിനായിട്ട് പരിപൂർണമായും ഏൽപ്പിക്കപ്പെട്ട ഒരു ശരീരമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഇവിടെ ഇതാ ആ ശരീരം, അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്കൊരു പുതുവഴി സമ്മാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശരീരം, ആ ദേഹം എന്ന് പറയുന്നത് ഒരു തിരശ്ശീലയായിട്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഇതാ ദേഹം എന്ന തിരശ്ശീല കീറുകയാണ്. എപ്പോഴാണത് കീറുന്നത്? നമുക്കറിയാം, കുരിശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ മരണവുമായി വളരെ ബന്ധമുള്ള ഒരു തിരശ്ശീല ഇതാ ദേവാലയത്തിൽ കീറുന്നു. നമ്മൾ അവിടെ വായിക്കുമ്പോൾ 3 സുവിശേഷത്തിലും വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 27, അതിന്റെ 50-ാം വാക്യവും 51-ാം വാക്യവും വായിക്കുമ്പോൾ അപ്പോൾ എന്നുള്ള ഒരു വാക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു കാൽവറിയിൽ, അഥവാ 2 കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് ഏലോഹി ഏലോഹി ലബ്ബ ശബത്കാനി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ വെടിയുന്ന ആ സമയത്ത് അപ്പോൾ എന്നുള്ള ഒരു വാക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം ചീന്തിപ്പോയി എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല അപ്പോൾ കീറുകയായിരുന്നു. എന്തിനു വേണ്ടി? ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അഥവാ ഒരു ജീവനുള്ള പുതുവഴി നമുക്കായി തുറന്നു കിട്ടിയിരിക്കുന്നു. യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കുമ്പോൾ മാനവജാതിക്ക് മുഴുവനായി ദൈവം മറച്ചിട്ടിരുന്ന തിരശ്ശീല, അതായത് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ തടസ്സപ്പെട്ടിരുന്ന തിരശ്ശീല, അതിതാ കീറപ്പെടുകയാണ്. ഇപ്പോൾ തടസ്സങ്ങൾ മാറുന്നു. ഇപ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ ഒരാൾക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയും, ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയും, ദൈവത്തോട് സംസാരിക്കാൻ കഴിയും, ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ അടുക്കലേക്ക് യാതൊരു ഭയവുമില്ലാതെ അടുത്തു ചെല്ലുവാനായിട്ട് കഴിയും എന്ന് നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ തിരശ്ശീല മേൽത്തൊട്ടടിയോളം ചിന്തിപ്പോയി എന്ന് കാണുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം വായിക്കുമ്പോഴും 38-ാം വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെയും എഴുതിയിട്ടുണ്ട്, ഉടനെ തിരശ്ശീല കീറി. അടുത്ത മണിക്കൂറിലല്ല, അടുത്ത ദിവസത്തിലല്ല, അടുത്ത ആഴ്ചയല്ല, അടുത്ത മാസത്തിലല്ല, അടുത്തതായ 50 ദിവസങ്ങൾ കഴിയുമ്പോഴല്ല, പിന്നെയോ ഉടനെ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നതും ഏകദേശം 2.5-3 കിലോമീറ്റർ ദൂരമുള്ളതുമായ യെരുശലേം ദേവാലയത്തിൽ കിടക്കുന്ന തിരശ്ശീല മേൽത്തൊട്ടടിയോളം കീറിപ്പോകുന്നത് ഉടനെയാണ് നടക്കുന്നത്. ഉടനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ
നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ വകയുണ്ട്. ഇത് തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷിക്കുവാൻ, സ്തോത്രം ചെയ്യാൻ വക നൽകുന്ന കാര്യം, നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കാൽവറിയിൽ ആമേൻ അത് ചിന്തപ്പെടുകയായിരുന്നു. ഒരു പുതുവഴി നമുക്കായി സമ്മാനിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു 23-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടനുബന്ധിച്ച് അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, നടുവേ ചിന്തിപ്പോയി എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നു. മത്തായി അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു, ലൂക്കോസ് ഉടനെ എന്ന് പറഞ്ഞിരിക്കുന്നു, മർക്കോസ് പറയുമ്പോൾ അത് നടുവേ ചിന്തിപ്പോയി എന്നാണ് കാണാൻ കഴിയുന്നത്. നടുവേ ചിന്തിപ്പോയി. യേശുക്രിസ്തുവിന്റെ ആ ദേഹം എന്ന തിരശ്ശീല കീറുമ്പോൾ അത് നടുവേ കീറുകയാണ്. മേൽ തൊട്ട് അടിയോളം നടുവേ കീറുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി നമുക്കൊരു വഴി സമ്മാനിച്ചിരിക്കുമ്പോൾ, നമുക്ക് ഇത്രയും നല്ലൊരു വഴിയുള്ളപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് സങ്കടങ്ങൾ പറയുവാൻ, ദൈവത്തോട് ആവശ്യങ്ങൾ പറയുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കത്തക്കവന് വേണം ദൈവം ഒരു വഴി തുറന്നു തന്നിരിക്കുമ്പോൾ നമ്മൾ വേറെ വഴിയായി പോകേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി നമുക്ക് ഒരു പുതുവഴി സമ്മാനിച്ചിരിക്കുന്നു. എബ്രായ ലേഖനകർത്താവ് വീണ്ടും പറയുകയാണ്, ആ വഴിയുടെ പേര് ജീവനുള്ള പുതുവഴി എന്നാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് വളരെ വ്യക്തമായി ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വേറെ വഴിയായി പോകേണ്ട കാര്യമുണ്ടോ? നേരെ ഒരു വഴി ദൈവം തന്നിരിക്കുന്നു. നേരെ ചെന്ന് പറയുവാൻ, നേരെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ യേശുക്രിസ്തുവിൽ കൂടെ നമുക്കൊരു ജീവനുള്ള പുതുവഴി ദൈവം സമ്മാനിച്ചിരിക്കുന്നു. ഇത് ദൈവം ഒരു ദിവസം പെട്ടെന്ന് ക്രമീകരിച്ച ഒരു കാര്യമല്ല. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ 22-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോഴും 38-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോഴും 88-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും സെഖര്യാപ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മറ്റൊന്നിനുമല്ല, നമുക്ക് വേണ്ടി ഒരു പുതുവഴി ദൈവം ഒരുക്കുവാൻ വേണ്ടിയായിരുന്നു. ഇനി നമുക്ക് ഏറ്റവും അടുത്ത അകലത്തിൽ ദൈവത്തെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വലിയ പ്രശ്നം, ദൈവം എവിടെയോ ദൂരത്തിരിക്കുന്ന ആളാണ്, അങ്ങോട്ട് ചെന്ന് കാണണം. ദൈവത്തെ അന്വേഷിച്ച് 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 ഈ ഭൂമിയിലൊക്കെ ധാരാളം നടക്കുന്ന ആളുകളുണ്ട്. ആമേൻ. ഭൂലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളും കാണാൻ കഴിയും. എന്നാൽ ദൈവം നമ്മുടെ തൊട്ടകലത്തെയാണ്, ദൈവം നമ്മുടെ തൊട്ട് കയ്യെത്താകുന്ന ദൂരത്താണ്. ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ഒരുവനെ അന്വേഷിച്ച് അടുത്തു വരുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ ആ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനായി പറയുന്നു. ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കരുണ ലഭിപ്പാൻ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. പ്രിയമുള്ളവരെ, ആ വാക്കുകൾക്കകത്ത് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാക്യങ്ങൾ പ്രസക്തമായി നമുക്ക് തോന്നുകയുള്ളൂ. പഴയ നിയമത്തിൽ ഒരുവന് ദൈവത്തെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ അവന് ആണ്ടിലൊരിക്കൽ 7-ാം മാസം 10-ാം തീയതിയാകുന്ന മഹാപാപരിഹാര ദിവസം എന്ന് പറയുന്ന ആ ദിവസം വരണമായിരുന്നു. ആ ദിവസത്തിൽ തനിക്ക് അവിടെയെങ്ങാനും ചെല്ലാൻ കഴിയുമോ? ലക്ഷക്കണക്കിന് ആളുകൾ ദേവാലയത്തിന്റെ
ചുറ്റുപാടും വന്ന് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോയി അവിടെ നിൽക്കാനേ കഴിയത്തുള്ളായിരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തിറങ്ങുന്ന ആ ദൈവ സാന്നിധ്യത്തിൽ തനിക്കൊരൽപ്പം ആസ്വദിച്ച് സന്തോഷിച്ച് അവന് മടങ്ങിപ്പോകാമായിരുന്നു. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ 1 വർഷം കാത്തിരിക്കണമെന്ന് മാത്രമല്ല, ആവശ്യങ്ങൾ വരുമ്പോൾ ആ കൃപ പ്രാപിക്കാനായിട്ട് ധൈര്യത്തോടെ അവിടേക്കെങ്ങും ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഹാപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം മഹാപുരോഹിതൻ വളരെ വിറയലോടെയാണ് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ടിരുന്നത്. എന്താണ് കാരണം? മറ്റൊന്നുമല്ല, അദ്ദേഹം അവിടെ കയറി ചെല്ലുമ്പോൾ പാപം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആ തിരശ്ശീലയ്ക്ക് തൊട്ട് മുമ്പിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ ഭയന്ന് നിൽക്കുന്ന ആ മനുഷ്യൻ അകത്തേക്ക് സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ, അകത്തേക്ക് കയറുമ്പോൾ അവൻ അവിടെ പിടഞ്ഞു വീണ് മരിക്കും. അങ്ങനെ മരിക്കുമെങ്കിൽ അവൻ വളരെ ഭയത്തോടെ ആയിരിക്കും അകത്തേക്ക് കയറുന്നത്. എന്നാൽ എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരിക, ധൈര്യത്തോടെ വരിക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധൈര്യത്തോടെ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ദൈവം തന്നെ നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവം തന്നെ നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. ദൈവം തന്നെ നമ്മെ വിളിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയോട് അടുത്തിയെല്ലാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനകർത്താവ് 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആമേൻ, ആ പശുഭസ്മം എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ സംഖ്യാപുസ്തകം 19-ാം അധ്യായം നിങ്ങൾ സാവകാശം എപ്പോഴെങ്കിലും വായിക്കണം. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഊനമില്ലാത്തതായ ഒരു ചുവന്ന പശുക്കിടാവിനെ അതിനെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചുട്ടുകൊല്ലണം. ചുട്ടുകൊല്ലുമ്പോൾ അവിടെ ഈസോപ്പും ദേവദാരും അതുപോലെ തന്നെ ചുവപ്പ് നൂല്, ഈ 3 സാധനങ്ങൾ ആ എരിയുന്ന തീക്കകത്തേക്ക് ഇടുവാനായിട്ട് പറഞ്ഞു. ദേവദാരു ഇടുവാൻ പറഞ്ഞു, ചുവപ്പ് നൂലിടുവാൻ പറഞ്ഞു, ഈസോപ്പിടുവാൻ പറഞ്ഞു. ഇത് 3ഉം യേശുക്രിസ്തുവിന്റെ നിഴലായിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയും. എന്താണ് ഈസോപ്പിനെ ചിത്രീകരിക്കുന്നത്? ഈസോപ്പ് ഏറ്റവും ചെറിയ ഒരു ഫംഗലാണ് എന്ന് നമുക്കറിയാം. അതായത് ചെറിയ ഒരു പൂപ്പലെന്നോ ചെറിയ ഒരു പായൽ വർഗത്തിലുള്ള കെട്ടിടങ്ങളുടെയോ ഏതെങ്കിലും ഭിത്തിയിലോ വളരുന്ന ഒരു ചെറിയ സാധനമാണ്. പുരാതന കാലങ്ങളിൽ സാധാരണയായിട്ട് ഇങ്ങനെ വാഷിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ക്ലെൻസിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, ഒരു ചെറിയ ചെടിയാണ് എന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ദേവദാരു അങ്ങനെയല്ല, ഏറ്റവും ചെറിയ ചെടിയാണ് ഈസോപ്പെങ്കിൽ ഏറ്റവും വലിയ ഉയർന്ന ഉന്നത നിലവാരത്തിൽ വളരുന്ന ഏറ്റവും വലിയൊരു ചെടിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വൃക്ഷമാണ് ദേവദാരു എന്ന് പറയുന്നത്. ആകാശത്തോളം തുഞ്ച മുട്ടുന്ന ദേവദാരു എന്ന ദൈവവചനത്തിൽ നമ്മൾ എസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. സ്വർഗത്തോളം അതിന്റെ തുഞ്ചം എത്തിയിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഏറ്റവും വലിയ വൃക്ഷമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ദേവദാരുവിനെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏറ്റവും ഉന്നതനായ ദൈവം ഏറ്റവും താണതായ ഈസോപ്പായി മാറിയതിനെയാണ് യേശുക്രിസ്തുവിൽ കൂടെ അത് നിവർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്. അതിലുപരിയായി ചുവപ്പ് നൂൽ എന്തിനാണ് കാണിക്കുന്നത്? അത് യേശുക്രിസ്തുവിന്റെ യാഗബലിയെ കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുത, ഈ ചുവന്ന പശുക്കിടാവിനെ ചുടുന്ന കൂട്ടത്തിൽ ആ തീക്കകത്തേക്ക് ഇതിടുവാനായി ദൈവം കൽപ്പന കൊടുത്തിരുന്നു. മാത്രമല്ല, അതിൻ്റെ ആ ചുട്ട് കിട്ടുന്നതായ ആ ഒരു പശുഭസ്മം എടുത്ത് ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് വിണ്ണേറിടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുവാനായിട്ട് ദൈവം പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കുഷ്ഠരോഗികളെയോ ഏതെങ്കിലും വിധത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കണം എന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ശുദ്ധീകരണങ്ങൾ നടക്കണമെങ്കിൽ സ്ത്രീകളുടെ പ്രസവ ശേഷമുള്ള ശുദ്ധീകരണം, അതുപോലെ തന്നെ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം, ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പശുഭസ്മമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പശുഭസ്മം കലക്കി വെള്ളത്തിനകത്ത് ജനത്തിന് മേൽ തളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ഇപ്രകാരം തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ഒരല്പം ചാരവെള്ളം ശരീരത്തിൽ വീണാൽ അവർക്കെല്ലാവർക്കും വളരെ തൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനൊന്നും ജഡീക ശുദ്ധി വരുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിന്നെ പ്രാപ്തനാക്കുന്നത്, അടുത്തിയെല്ലാം നിന്നെ അവകാശിയാക്കി മാറ്റുന്നത്, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് യാഗത്തിന്റെ പൊരുളാകുന്ന യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് നമുക്ക് അടുത്തിയെല്ലാം, ദൈവത്തോട് നമുക്ക് സങ്കടം പറയാം, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം, ദൈവത്തോട് നമ്മുടെ സകല ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വക നൽകുന്ന കാര്യം, ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് വേണ്ടി ദൈവം സമ്മാനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ഒരു പുതുവഴി സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ യേശുക്രിസ്തുവിനെ 7 വിധത്തിലുള്ള വഴിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദനേ, നീ പ്രാർത്ഥിക്കുവാനായി അനേകം ആളുകളുടെ പുറകെ നടക്കേണ്ട വ്യക്തിയല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധിയോട് ഏത് സമയം അടുത്തിയല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. എന്തും ദൈവത്തോട് പറയുവാൻ ആമേൻ ധൈര്യത്തോടെ ആ കൃപാസനത്തിങ്കിലേക്ക് അടുത്തിയല്ലുക. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു 7 വിധത്തിലുള്ള വഴിയായി ദൈവത്തിന്റെ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ആമേൻ അത് ജീവങ്കിലേക്കുള്ള നീതിയുള്ള വഴിയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊരു ഇടുക്കുവാതിലാണെങ്കിലും ആ വഴി എന്ന് പറയുന്നത് നിത്യതയിൽ ചെന്ന് അവസാനിക്കുന്ന വഴിയാണ്. യോഹന്നാൻ 10:1 നമുക്ക് കാണുവാൻ കഴിയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് കർത്താവ് ലോകത്തോട് പറയുകയുണ്ടായി. 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്കും വരുമ്പോഴും യേശുക്രിസ്തുവാണ് ഏക വഴി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ സാധാരണയായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പല വഴികളില്ലേ, എന്താണ് ഏക വഴിയാണെന്ന് പറയാൻ കാരണം? മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് പറയുവാൻ എന്താണ് കാരണം? ദൈവത്തിന്റെ ഏക വഴിയായി യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീല കീറിയിരിക്കുന്നു. അതിലൂടെ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് രക്ഷ പ്രാപിപ്പാനുള്ള വഴിയായി ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു വഴിയുള്ളതായി നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വായിക്കുന്നത് ആമേൻ ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി യേശുക്രിസ്തുവാണ് എന്ന എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. 10-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളിലും അത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല 10-ാം അധ്യായത്തിൽ എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു 4-മതായി പുതിയ നിയമത്തിൽ ഒരു പുതിയ ജീവനുള്ള വഴിയായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 5-മതായിട്ട്
2 പത്രോസ് 2-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇത് സത്യവഴിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഏക വഴിയാണ്, രക്ഷ പ്രാപിപ്പാനുള്ള വഴിയാണ്, അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴിയാണ്. ഇത് ആമേൻ പുതു ജീവനുള്ള വഴിയാണ്. അത് മാത്രമല്ല 5-ാമതായിട്ട് പറയുന്നു ഇത് സത്യത്തിന്റെ വഴിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 6-ാമതായിട്ട് ഇത് നേരായ വഴിയാണ് എന്ന് 2 പത്രോസ് 2-ന്റെ 15-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ഈ 2 പത്രോസ് 2-ന്റെ 21-ാം വാക്യത്തിൽ അത് നീതിയുടെ വഴിയായി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 7 തവണ ദൈവവചനത്തിലുടനീളം യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ വഴിയായി ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ആ പുതുവഴി ദൈവം സമ്മാനിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ദൈവത്തെങ്കിലേക്ക് അടുത്തിയെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാനായി വേറെ ഒരു മധ്യസ്ഥന്റെ, വേറെ ഒരാളിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായി ദൈവത്തോട് അടുത്തിയെല്ലാം അർദ്ധരാത്രിയിൽ ഹൃദയം പകരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം പകരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. അല്ല, കിച്ചണിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ തരുമ്പോൾ ആമേൻ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം പകർന്നാൽ അത് കൃപാസനത്തെ തൊടുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സാധിക്കട പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത നല്ല നാഥൻ നിങ്ങളുടെ അരികിൽ നിൽപ്പുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് പറയാം. അവൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ മതിയായവനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തിട്ടിരിക്കുന്ന മേൽത്തൊട്ടടിയോളം ചീന്തിപ്പോയ തിരശീല യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വഴിയിലൂടെ നിങ്ങളെ അകത്തേക്ക് ചെല്ലുവാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആ വിളി കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കാം. ദൈവസ്നേഹം നിങ്ങളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.